മക്കളെ നമ്മളങ്ങനെ 27ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 27ാമത്തെ ചോദ്യം പറയുന്നത് 0.01ന്റെ എത്ര ശതമാനമാണ് 0.001 എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ മക്കളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ന്റെ ഉടേ എന്ന് പറഞ്ഞാൽ അവിടെ ഗുണിക്കലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 0.01ന്റെ എത്ര ശതമാനം. ശതമാനം എന്ന് പറഞ്ഞാൽ 100ൽ ഇത്ര എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 100ൽ ഇത്ര, അത് എത്ര ശതമാനമാണ് നമുക്കറിയില്ല. 100ൽ എത്രയാണ് നമുക്കറിയില്ല. അപ്പൊ 100ൽ എക്സ് എന്ന് നമ്മൾ എടുക്കുന്നു. അതെന്താണ്? 0.001 തുല്യമാണ്. ഇതാണ് ഗണിത ഭാഷയിൽ ആ ചോദ്യത്തിനെ എഴുതിയാൽ കിട്ടുന്നത്. അവിടെ ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് എക്സിന്റെ വില കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? എക്സിന്റെ കൂടെയുള്ളവരെല്ലാം നമ്മൾ സമത്തിന്റെ അപ്പുറത്തേക്ക് കടത്തിയാൽ മതി. നമ്മളൊരു കടത്തുകാരനായാൽ മതി. നമുക്കത് ചെയ്യാം. നമ്മൾ കണക്കിന്റെ ഭാഷയിലേക്ക് എഴുതിയത് ഇവിടെ ഒന്നുകൂടി എഴുതുന്നു. 0.01 ഗുണിക്കണം എക്സ് ബൈ 100 എന്ന് പറയുന്നത് 0.001 തുല്യമാണ്. ഇനി എക്സിന്റെ അടുത്ത് കിടക്കുന്നവരൊക്കെ നമ്മൾ തട്ടിക്കളയുന്നു. ആദ്യം ഗുണിക്കണം 0.01 അപ്പുറത്തേക്ക് വിട്ടാൽ എക്സ് ബൈ 100 എന്നത് പ്രധാരണ്ടടാ 0.001 ഓൾറെഡി ഉണ്ട്. ഗുണനം 0.01 സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് നേരെ വിപരീതമാകുന്നു, ഹരണമാകുന്നു. അത്ര വട്ടം ഞാൻ പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ ഹരണം 0.01 എന്നാകുന്നു. മക്കളെ, എങ്കിൽ എക്സിന്റെ വില എന്താണ്? 0.001 ബൈ 0.01. ഇവിടെ ഹരണം 100 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? അത് ഗുണിക്കണം 100ആയി. ക്ലിയർ? നമുക്ക് ചെയ്യാലോ. മുകളിൽ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ? മുകളിൽ 3 ഡെസിമൽ ഡിജിറ്റുകൾ. താഴെയോ? താഴെ 2 ഡെസിമൽ ഡിജിറ്റുകളേ ഉള്ളൂ. എവിടെയാണ് കുറവ്? താഴെയാണ് കുറവ്. നമ്മൾ കണ്ടു. എത്ര കുറവ്? ഒരെണ്ണാണ് കുറവ്. ഒരു ഡെസിമൽ ഡിജിറ്റിന്റെ കുറവാണുള്ളത്. നമ്മൾ എന്ത് ചെയ്യും? എക്സിന്റെ വില കണ്ടുപിടിക്കാൻ മുകളിലെ ഡെസിമൽ ഡിജിറ്റ് ഒഴിവാക്കിയാൽ മുകളിൽ 1, താഴെയും 1. താഴെയാണ് കുറവ്. താഴെ നമ്മൾ ഒരു 0 ഉള്ള 10ന്റെ പവർ കൊണ്ട് ഗുണിക്കും. മേലെ ആരുണ്ടടാ? മേലെ 100 ഉണ്ട്. അത് എഴുതണം. ഓക്കെ, അപ്പൊ 1 ഗുണം 100 എന്ന് പറഞ്ഞാൽ അത് 100 തന്നെ. അപ്പൊ 100/10 എന്ന് കിട്ടി. 100നെ 10 കൊണ്ട് ഹരിച്ചാൽ ഈ 0 ക്യാൻസലായി. ബാക്കി ഉത്തരം എത്ര? ഉത്തരം 10. എത്ര ശതമാനമാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താ? അത് 10%. 10% എന്ന് പറയുന്നത് ഓപ്ഷൻ ബിയിൽ കിടക്കുന്നതാണ് നമ്മുടെ ശരി ഉത്തരം. ക്ലിയർ അല്ലടാ? നമുക്കെന്നാ 28ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 28ാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. 28ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 3 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ അത് 30 പ്ലസ് 5 ഗുണിക്കണം 1. 5 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ അത് 5 പ്ലസ് 8/10. 8/10 അതെന്താണടാ? 8/10നെ നമ്മൾ മാറ്റിയാൽ അതെന്തായി? 0.8ആയി. താഴെ ഒരു 0. ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാളുണ്ടായിരിക്കണം. ഓക്കെ, താഴെ ഒരു 0 ഉള്ളത് കൊണ്ട് ഉത്തരത്തിൽ ദശാംശ അക്കങ്ങളുടെ എണ്ണം 1 ആയിരിക്കണം. അതാണ് 0.8. 8/10 എന്ന് പറഞ്ഞാൽ 0.8 പ്ലസ് 3/1000. 3/1000. താഴെ എത്ര 0ങ്ങൾ? താഴെ നോക്കിക്കടാ. 1, 2, 3 0ങ്ങൾ. ഉത്തരത്തിൽ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ വരണം? ആ പോയിന്റ് കഴിഞ്ഞിട്ട്, ആ കുത്ത് കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങൾ ഉണ്ടായിരിക്കണം? താഴെ 3 0 ഉള്ളത്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ആളുകൾ ഉണ്ടായിരിക്കണം. മുകളിലുള്ള ആളെ നമ്മൾ അവസാനം പ്ലേസ് ചെയ്തു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ആരെ ചേർക്കണം എന്ന് നിങ്ങൾക്ക് പറയാം. അവിടെ ആരെ ചേർക്കണം? അവിടെ എല്ലാം 0 ചേർക്കണം. അപ്പൊ 0.003 ആണ് 3/1000. 0.00. ഇത് കൂട്ടിയാൽ മതി. നമുക്ക് ഇവരെ കൂട്ടാം. 30 എഴുതി. 30ന്റെ കൂടെ എന്ത് ചെയ്യണം? 30ന്റെ കൂടെ 5 കൂട്ടണം. 30 കൂട്ടി 5 കൂട്ടി. ഇനി ആരാ? 0.8. 0.8 കൂട്ടണം. പിന്നെയോ 0.003.
ഇനി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തെറ്റിപ്പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്? അവിടെ എല്ലാം നമുക്കൊരു 0 ഇട്ട് കൊടുക്കാം. മുന്നിലും 0 ഇട്ട് കൊടുക്കാം. ഇനി കൂട്ടാൻ എളുപ്പല്ലേ? ഇനി കൂട്ടാം. ഇവിടെ 3, ഇവിടെ 0, ഇവിടെ 8. 0.53. നമ്മുടെ ഉത്തരമായി. ഉത്തരം എത്ര? 35.803. 35.803 ഓപ്ഷൻ ഡിയിൽ കിടക്കുന്നതാണ് നമ്മുടെ ശരിയായ ഉത്തരം. അപ്പൊ നമുക്ക് 29ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹായ്, 29ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. 527.864 എന്ന് പറയുന്ന ദശാംശ സംഖ്യയിൽ എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൽ എത്ര നൂറിലൊന്നുകളുണ്ട്? എത്ര നൂറിലൊന്നുകളുണ്ട്? കഴിഞ്ഞ ക്ലാസ്സൊക്കെ വൃത്തിയായി കേട്ടവർക്ക് ഇതിന്റെ ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടും. 527.864. എങ്ങനെയാ ഇതിന്റെ സ്ഥാനവിലകൾ നമ്മൾ എഴുതിയത്? ഇവിടെ ദശാംശ ചിഹ്നത്തിന്റെ മുൻപ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിച്ചതുപോലെ 1, 10, 100 എന്ന് മുമ്പിലേക്ക് പോകാം അല്ലെ? ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, മില്യൺ, ബില്യൺ, ട്രില്യൺ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാം. ദശാംശ ചിഹ്നം കഴിഞ്ഞിട്ട്, ആ കുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാ പറയാ? 10-ൽ-1കൾ. അടുത്തതോ 100-ൽ-1കൾ. അടുത്തതോ 1000-ൽ-1കൾ. ഇനി അടുത്തതുണ്ടെങ്കിൽ 10,000-ൽ-1, ലക്ഷത്തിൽ-1. അങ്ങനെയാണ് വലത്തോട്ട് പോവുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? എത്ര 100-ൽ-1കളുണ്ട്? എത്ര 100-ൽ-1കളുണ്ട്? എത്രയുണ്ടടാ? 6 എണ്ണം. 6. 100-ൽ-1ന്റെ സ്ഥാനത്ത് കിടക്കുന്നതാണ് അതിന്റെ ഉത്തരം. അത് 6 ആണ്. നമ്മുടെ ഉത്തരം ക്ലിയർ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 30ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഓക്കെ, 30ാമത്തെ ചോദ്യം എങ്ങനെയാണടാ? താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ശരി എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദശാംശ ചിഹ്നങ്ങൾ കഴിഞ്ഞ് വരുന്നവരെ അതിന്റെ ഫസ്റ്റ് ആളുകളെ കമ്പയർ ചെയ്യുക. അതിലേതാണോ വലുത് അത് വലുത്, ഏതാണോ ചെറുത് അത് ചെറുത്. ഇങ്ങനെ ഇട്ടാൽ എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ വൈ. എക്സ് വലുതാണ് വൈനേക്കാൾ അല്ലെ? ഈ വായ തുറന്നിരിക്കുന്ന ഭാഗം എക്സിന് നേരെയാണ്. വായ തുറന്നിരിക്കുന്ന ഭാഗം അല്ലെ, ഈ ഭാഗം എക്സിന് നേരെയാണ്. അപ്പോൾ അതാണ് വലുത്. ഇവിടെ ചേർന്നിരിക്കുന്ന കുഞ്ഞ ഭാഗം, കൂർത്തിരിക്കുന്ന ഭാഗം വൈൻ്റെ നേരെയാണ്. അപ്പോൾ വൈ ഇവിടെ ചെറുതാണ് ആരെക്കാൾ? എക്സിനേക്കാൾ. ഇതാണ് ഈ ചിഹ്നത്തിന്റെ അർത്ഥം. ഇനി തിരിച്ചിട്ടാലോ? ഇങ്ങനെ ഇട്ടാലോ? ഇങ്ങനെ ഇട്ടാൽ എന്താ അർത്ഥം? എക്സ് ചെറുതാണ് അല്ലെ? കൂർത്തിരിക്കുന്ന ഭാഗം ആർക്ക് നേരെയാണോ അത് ചെറുത്. എക്സ് ചെറുതാണ് ആരെക്കാൾ? വൈയിനേക്കാൾ. വൈയിനേക്കാൾ. ഇത് ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇത് ചെയ്യാം. അപ്പോൾ ഓരോ ഓപ്ഷനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. 0.813, 0.514, 0.733. എല്ലാം ഗ്രേറ്റർ ദാൻ സിമ്പിൾസ്. ഓക്കെ, എടാ നോക്കിക്കടാ, ഇതില് ഒന്നാമത് കിടക്കുന്ന ആളുകളെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇത് പോയിന്റിന് മുമ്പ് എല്ലായിടത്തും 0 ആണ്. അപ്പൊ നമ്മൾ അവരെ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് കിടക്കുന്ന ആദ്യത്തെ ആൾ ഇവിടെ 8, ഇവിടെ 5, ഇവിടെ 7. ഓക്കെ, നമ്മൾ നോക്കുന്നു 8-നേക്കാൾ ചെറുതാണോ 5? അതാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? 5-നേക്കാൾ വലുതായിരിക്കണം 8. ശരിയാണോ? യെസ്, ഇവിടെ ശരിയാണ്. നമുക്ക് അടുത്ത് നോക്കാം. 5-നേക്കാൾ ചെറുതാണോ 7? 5-നേക്കാൾ ചെറുതല്ല 7. 5-നേക്കാൾ വലുതാണ് 7. ചിഹ്നം ഇങ്ങനെ വരണമായിരുന്നു, പക്ഷെ വന്നിരിക്കുന്നത് തിരിച്ചാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ശരിയല്ല. എങ്കിൽ ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. ഓപ്ഷൻ ബിയിൽ പറയുന്നത് 0.733 ചെറുതാണ് 0.514-നേക്കാൾ ചെറുതാണ് 0.813-നേക്കാൾ. നമുക്ക് നോക്കാം. എല്ലാറ്റിൻ്റെയും ആദ്യത്തെ ആള് 0. അപ്പൊ നമ്മൾ അവരെ ചെക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പൊ ആ പോയിന്റ് കഴിഞ്ഞിട്ട്, ആ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആളുകളെ ചെക്ക് ചെയ്യാം. എടാ, ഇവിടെ ഒന്നാമത്തെ ആള് 7, ഇവിടെ ഒന്നാമത്തെ ആള് 5. ഏതാണ് വലുത്, ഏതാണ് ചെറുത്?
ഇവിടെ 7 വലുത്, 5 ചെറുത്. പക്ഷെ എന്താ ചിഹ്നത്തിൽ പറഞ്ഞിരിക്കുന്നത്? ചിഹ്നത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങേര് ചെറുതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ആള് തെറ്റല്ലേ? തെറ്റല്ലേ? അവിടെ തന്നെ തെറ്റാണെന്ന് മനസ്സിലായി. ഓപ്ഷൻ ബിയും തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഓപ്ഷൻ സിയിലേക്ക് നമ്മൾ പോകുന്നു. ഓപ്ഷൻ സി ഇങ്ങനെയാണ്: 0.813 വലുതാണ് 0.733 അത് വലുതാണ് 0.514 നമുക്ക് നോക്കാം. എല്ലാറ്റിൻ്റെയും ആദ്യത്തെ ആള് 0. ഇനി അവരെ ചെക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ആളുകളെ ചെക്ക് ചെയ്യുന്നു. ഇനി നോക്കാം, 8 വലുതാണോ 7 ശരിയാണ് അല്ലേ? അത് ക്ലിയറായി. നമുക്കിനി അടുത്ത് നോക്കാം. 7 വലുതാണോ 5 അതും ശരിയാണ്. വിച്ച് മീൻസ് നമ്മുടെ ശരിയായ ഉത്തരം എവിടെ കിടക്കുന്നു? ഓപ്ഷൻ സിയിൽ കിടക്കുന്നു. എങ്കിലും ഓപ്ഷൻ ഡിയും കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഡിയിൽ എന്താണ് പറയുന്നത്? 0.813 ചെറുതാണ് 0.733 ചെറുതാണ് 0.514. ഓക്കെ, എല്ലാറ്റിൻ്റെയും ആദ്യം 0. അപ്പൊ നമ്മൾ അവരെ ചെക്ക് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല, ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഓരോ ആളുകളെയും ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റത്തെ ആളുകളെ ചെക്ക് ചെയ്യുന്നു. ഇവിടെ 8, ഇവിടെ 7, ഇവിടെ 5. ഇനി ചിഹ്നങ്ങൾ വെച്ച് കമ്പയർ ചെയ്യാം. എടാ 8 ചെറുതാണ് 7 അവിടെ തന്നെ പണിപാളി. തെറ്റാണ് അല്ലേ? അപ്പൊ നമ്മുടെ ശരിയായ ഉത്തരം നമുക്ക് നേരത്തെ കിട്ടി. എങ്കിലും ആ 4 ഓപ്ഷൻ കൂടി ഒരു വട്ടം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയെന്ന് മാത്രം. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരം. നമ്മൾ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 31ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ 4 ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നു. അതിൽ ഏറ്റവും വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും വലുത്. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ എങ്ങനെയാണ്? ഞാൻ ആദ്യം ഓപ്ഷൻ ഇവിടെ എഴുതിക്കോട്ടെ. 0.01 ഗുണിക്കണം 0.001. ഓപ്ഷൻ ബി ഇങ്ങനെയാണ്: 0.101 ഗുണിക്കണം 0.01. ഓപ്ഷൻ സി ഇങ്ങനെയാണ്: 0.101 ഇൻറ്റു 0.001. ഓപ്ഷൻ ഡിയോ 0.10 ഇൻറ്റു 0.001. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് വലിയ സംഖ്യയാണ്. വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ചെയ്യാം. ഓപ്ഷൻ എ നമുക്ക് ആദ്യം ചെയ്യാം. ചോദ്യത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുന്നു. ഇവിടെ 2, ഇവിടെ 3, ഇവിടെ ആകെ 5 ഡെസിമൽ ഡിജിറ്റുകളുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്യണം? ആ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യകളെ തമ്മിൽ ഗുണിക്കും. 1 ഗുണിക്കണം 1, ഉത്തരം 1. പക്ഷെ എന്ത് വേണം? ഇവിടെ ചോദ്യത്തിൽ ആകെ 5 ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്. അപ്പൊ ഉത്തരത്തിൽ എന്തുണ്ടാവണം? പോയിന്റ് കഴിഞ്ഞിട്ട് 5 ആളുകൾ ഉണ്ടായിരിക്കണം. 1, 2, 3, 4, 5. 5ാമത്തെ ആളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കിട്ടിയ ഉത്തരമായ 1 നമ്മൾ പ്ലേസ് ചെയ്തു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം 0. ഓപ്ഷൻ എ നമുക്ക് കിട്ടി. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി നോക്കാം. ഇതാണ് ഓപ്ഷൻ ബി. ചോദ്യത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ? ഇവിടെ 3, ഇവിടെ 2, അവിടെയും 5 ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ട്. ഇനി ആ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യകൾ ഏതാ? ഇവിടെ 101 വരും, അപ്പുറത്ത് 1 വരും. 101 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ ഉത്തരം 101 തന്നെ. ഈ ചോദ്യത്തിൽ ഓപ്ഷൻ ബിയിൽ ആകെ 5 ഡെസിമൽ ഡിജിറ്റുകൾ, ആ പോയിന്റ് കഴിഞ്ഞിട്ട് ആകെ 5 ആളുകളുണ്ട്. അപ്പൊ ഉത്തരത്തിൽ എന്തുണ്ടാവണം? പോയിന്റ് കഴിഞ്ഞിട്ട് 5 ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 വരച്ചു. കിട്ടിയ ഉത്തരത്തിന് നമ്മൾ അവസാനത്തുനിന്ന് പ്ലേസ് ചെയ്ത് വരണം. 101 എഴുതി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ 0 ഇട്ടു. അപ്പോൾ ഓപ്ഷൻ ബിയുടെ ഉത്തരവായി. ഓപ്ഷൻ ബിയുടെ ഉത്തരമായി. ഇനി ഓപ്ഷൻ സി നോക്കാം. സിയിൽ എന്താ പറയുന്നത്? ആകെ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്? 3, ഇവിടെ 3, ടോട്ടൽ 6 ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഉത്തരത്തിൽ എന്തുണ്ടാവണം? പോയിന്റ് കഴിഞ്ഞിട്ട് 6 അക്കങ്ങൾ ഉണ്ടായിരിക്കണം. 6 ദശാംശ അക്കങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി ആ പോയിന്റ് ഒഴിവാക്കിയാൽ ഇവിടെ 101 ഗുണിക്കണം 1 എന്നായി. ഇനി നോക്കിക്കടാ, പോയിന്റ് കഴിഞ്ഞിട്ട് 6 ആള് വേണം. 1, 2, 3, 4, 5, 6.
101 ഗുണിക്കണം 1, ഉത്തരം 101 തന്നെ. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ 0 ഇട്ടു. അങ്ങനെ ഓപ്ഷൻ സിയും നമ്മൾ കണ്ടുപിടിച്ചു. എങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡിയും കൂടി ചെക്ക് ചെയ്യാടാ. ഓപ്ഷൻ ഡിയിൽ എന്താ, എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആളുകൾ, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ആളുകൾ. അപ്പൊ ചോദ്യത്തിൽ ആകെ 5 ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ട് ഉത്തരത്തിൽ. അപ്പൊ എന്തുണ്ടായിരിക്കണം? ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 5 ആളുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ പോയിന്റ് മാറ്റിയാൽ ഇവിടെ എന്താ, 10 ഗുണിക്കണം 0.001 ആ പോയിന്റ് ഒഴിവാക്കിയാൽ 1. അപ്പൊ 10 ഗുണിക്കണം 1 എത്രയാടാ? 10. നമ്മളത് അവസാനം പ്ലേസ് ചെയ്തു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ 0 ഇട്ട് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ കൂട്ടത്തിൽ ആരാണ് ഏറ്റവും വലുതെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ കിട്ടിയ ഉത്തരങ്ങളൊക്കെ ഞാൻ വളരെ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. പോയിന്റ് 1, 2, 3, 4, 5. 0.1, 2, 3, 4, 5. 0.1, 2, 3, 4, 5, 6. അടുത്തത് 0.0, 0, 0, 1. ഇനി 0 ഇട്ടാലും കുഴപ്പമില്ല, 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ആ പോയിന്റ് ഉള്ള സംഖ്യകളുടെ, ദശാംശ സംഖ്യകളുടെ അവസാനം എത്ര 0 വന്നാലും അതിന് വിലയില്ല എന്ന് നമുക്കറിയാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ ആരാണ് വലുതെന്ന് നോക്കാം. ഇതിൽ ആരാ വലുത് എങ്ങനെ നോക്കും? ഒന്നാമത്തെ ലൈന് ചെക്ക് ചെയ്യുന്നു, എല്ലാം 0, നോക്കിയിട്ട് കാര്യമില്ല. അടുത്ത വരി നോക്കുന്നു, അതിലെല്ലാം 0, നോക്കിയിട്ട് കാര്യമില്ല. അടുത്തത് നോക്കുന്നു, അതിലും എല്ലാം 0, കാര്യമില്ല. അപ്പൊ നമ്മൾ അടുത്ത വരി ചെക്ക് ചെയ്യുന്നു. അടുത്ത വരി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരാൾ വലുതായി കിടക്കുന്നുണ്ട്. മറ്റുള്ള 0കളെക്കാൾ വലുതായി കിടക്കുന്ന ഒരു ഒന്നുണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും വലുതാരാണ്? അത് ഓപ്ഷൻ ബി ആണ്. 0.001001 എന്ന് ഉത്തരം കിട്ടിയ ഓപ്ഷൻ ബി ആണ് കൂട്ടത്തിൽ ഏറ്റവും ഭീമൻ, വലുത്. നമുക്ക് ഓപ്ഷൻ ബി ക്ലിയർ അല്ലടാ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 32ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 32ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 13/125 ദശാംശ രൂപം എത്ര? 13/125. കൃത്യമായി പഠിച്ചവർ ഇപ്പൊ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ 125 എന്താണ്? 125 എന്ന് പറയുന്നത് 5ന്റെ ക്യൂബാണ് അല്ലടാ? ഇപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പുറത്ത് 2ന്റെ ക്യൂബ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. ഓക്കെ, 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ഇവിടെ 13/125 ഇൻറ്റു 8/8 ചെയ്താൽ കിട്ടുന്നത് എത്രയായിരിക്കും? 13നെ 8 കൊണ്ട് ഗുണിക്കണം. 10 8 80, 3 8 24. 80ഉം 24ഉം കൂട്ടിയാൽ കിട്ടുന്നത് 104. ബൈ 125ഉം 8ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 1000. ഓക്കെ, ഞാനിതൊക്കെ ഓർത്ത് വെക്കാനുള്ള ട്രിക്കൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എടാ, ഇവിടെ ക്യൂബാണ് 2 സ്ഥലത്ത് അല്ലേ? അതായത് 3 പവറായിട്ട് വന്നിരിക്കണേ. അപ്പൊ താഴെ ബേസിൽ 3 പൂജ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ കണക്ട് ചെയ്യാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. കാണാത്തവരത് കാണണം. അപ്പൊ 104/1000 നമ്മൾ മാറ്റി എഴുതിയാൽ എന്ത് വന്നു? താഴെ 3 പൂജ്യങ്ങൾ. അതിനർത്ഥം ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 3 അക്കങ്ങൾ ഉണ്ടായിരിക്കണം. ഈ അംശത്തിലിരിക്കുന്ന ആള്, മുകളിലിരിക്കുന്ന ആളെ നമ്മൾ അവസാനത്തുനിന്ന് പ്ലേസ് ചെയ്ത് വന്നാൽ ഇല്ലായി മുൻപിലൊരു 0 ഇട്ടാൽ നമ്മുടെ ഉത്തരം. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് 0 ഇടാം. ഇത് എവിടെ കിടക്കുന്നു? ഈ ഉത്തരം എവിടെ കിടക്കുന്നു? ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. സെറ്റായേ? 32 ചോദ്യങ്ങൾ നമ്മൾ വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. 33ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 33ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. വെരി ഗുഡ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ടൈപ്പ് ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് 33ാമത്തെ. ഞാൻ അടുത്ത പേജിൽ ചെയ്യാം. 1/5നെ നമ്മൾ ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റാം. അതേപോലെ 1/5ന്റെ സ്ക്വയറിനെയും ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റാം. കാരണം എന്താ? ഉത്തരത്തിലൊക്കെ ഡെസിമൽ ഫോമിലുള്ള ആളെ കിടക്കുന്നത്. ദശാംശ രൂപത്തിലുള്ള ആളാണ് ഉത്തരത്തിലെ ഓപ്ഷനുകളിലെല്ലാം കിടക്കുന്നത്.
നമ്മൾ ഇവരൊക്കെ മാറ്റാൻ പോകും. 1/5 ക്യൂബിനെയും ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റാം. എങ്കിൽ നിങ്ങൾ പറഞ്ഞടാ, 1/5 ഡെസിമൽ രൂപത്തിലേക്ക് മാറ്റാൻ ഏറ്റവും എളുപ്പമായി നമ്മൾ ചെയ്യുന്നത് എന്താ? ഇവിടെ 5 എന്ന് പറഞ്ഞാൽ 5ന്റെ പവർ 1. അപ്പൊ നമ്മൾ അപ്പുറത്ത് 2ന്റെ പവർ 1 ഇതിനെ കൊണ്ട് ഗുണിക്കണം അല്ലെ? ഇപ്പൊ 2 ഭിന്നസംഖ്യകളായി. 1/5ഉം 2/2ഉം 2 ഭിന്നസംഖ്യകളെ തമ്മിൽ ഗുണിക്കാൻ മുകളിൽ ഇരിക്കുന്നവരെ തമ്മിൽ ഗുണിക്കുന്നു, ഉത്തരത്തിന്റെ മുകളിൽ എഴുതുന്നു. 1ഉം 2ഉം ഗുണിച്ചാൽ 2. അത് മേലെ നീ താഴെ ഇരിക്കുന്നവരെ തമ്മിൽ ഗുണിക്കുന്നു, ഉത്തരത്തിന്റെ താഴെ എഴുതുന്നു. 5ഉം 2ഉം ഗുണിച്ചാൽ കിട്ടുന്നത് 10. അപ്പൊ 2/10 എന്ന് പറഞ്ഞാൽ ഉത്തരം 0.2. സെറ്റായ. നമുക്ക് അടുത്ത് നോക്കാം. 1/5 സ്ക്വയർ നമുക്ക് മാറ്റാം. 1/5 സ്ക്വയറിനെ മാറ്റാൻ എന്ത് ചെയ്യണം? താഴെയും മുകളിലും 2ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കും. ഓക്കെ, 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് 4ആണ്. ഞാനത് മാറ്റി എഴുതുന്നു. 1/5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 × 4/4 എന്ന് എഴുതുന്നു. ഓക്കെ, 1 ഗുണിക്കണം 4 അത് 4 തന്നെ. 25 ഗുണിക്കണം 4 നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുന്നത് 100. ഓക്കെ, എന്താണ് കാരണം? ഇവിടെ പവർ 2, അപ്പോൾ താഴെ 2 പൂജ്യങ്ങൾ. 4/100നെ മാറ്റിയാൽ 0.04 എന്ന് കിട്ടും. അതും സെറ്റ്. ഇനി 1/5 ക്യൂബിന് മാറ്റാം. 1/5 ക്യൂബിന് മാറ്റാൻ 5 ക്യൂബാണ് താഴെ കിടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് മാറ്റണം? 2 ക്യൂബ് കൊണ്ടാണ് മുകളിലും താഴെയും ഗുണിക്കുന്നത്. ഇനി മാറ്റാം. 2ന്റെ ക്യൂബ് എത്രയാടാ? 8 അല്ലെ? അപ്പൊ 1/5ന്റെ ക്യൂബ് 125 ഇൻറ്റു 8/8 എന്ന് വരും. 1 ഗുണിക്കണം 8 8 തന്നെ. 125 ഗുണിക്കണം 8 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ പവറായിട്ട് 3 വന്നിരിക്കുന്നത്. അപ്പൊ താഴെ 3 പൂജ്യങ്ങൾ. ഒരു 1. 8/1000 എങ്ങനെ എഴുതാം? 0.008 എന്ന് എഴുതാം അല്ലെ? ഇവിടെ 3 പൂജ്യങ്ങളാണ് താഴെ. അതിനർത്ഥം ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞ് 3 അക്കങ്ങൾ ഉണ്ടായിരിക്കണം. എടാ, ഈ 3 ആളുകളെ കൂട്ടിയാൽ നമ്മുടെ ഉത്തരായി. ഈ 3 ആളുകളെ കൂട്ടിയാൽ നമ്മുടെ ഉത്തരായി. ഇവരെ കൂട്ടല്ലേ? 0.2. അടുത്ത ആളാരാ? 0.04. അടുത്ത ആള് 0.008. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്ത് 0 ചേർത്തിട്ട് കൂട്ടാം, തെറ്റാതിരിക്കാം. അധികം സമയമൊന്നും പോവില്ല. ഇനി കൂട്ടിയാൽ മതി. 842.0. നമ്മുടെ ഉത്തരം സിമ്പിളായി കിട്ടി. 0.248. 0.248 ഓപ്ഷൻ എയിൽ കിടക്കുന്നതാണ് നമ്മുടെ ശരിയായ ഉത്തരം. നമ്മൾ നേരെ പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. 4/20, 8/200, 32/2000 ഇതിന് തുല്യമായ ദശാംശ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കത് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മളത് ചെയ്യാൻ പോകുന്നു. 4/20 മാറ്റാം. 4/20 എന്ന് പറഞ്ഞാൽ ഞാനതിനെ 4/2 ഗുണിക്കണം 10 എന്ന് മാറ്റി എഴുതുകയാണ്. ഓക്കെ, എടാ താഴെ എപ്പോഴും ബേസ് 10ന്റെ പവറുകളിലേക്കായാൽ നമുക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റാൻ എളുപ്പമാണ്. ഇയാൾ 10ന്റെ രൂപത്തിലേക്ക് കിടക്കുന്നത്. ഇനി ആരെ മാറ്റിയാൽ മതി? ആ 2നെ 10ലേക്ക് മാറ്റിയാൽ മതി. 2നെ 10ലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഗുണിക്കണം അല്ലെ? 2 × 5 ആണ് 10 എന്ന് നിങ്ങൾക്കറിയാം. എന്ത് ചെയ്യുന്നു നമ്മളിവിടെ? എന്ത് ചെയ്യുന്നടാ? 4/20നെ ഞാൻ ഈ 2 ഗുണിക്കണം 10 എന്ന് എഴുതിയത് ഈ ഒരു കൺസെപ്റ്റ് കിട്ടാനാണ്. ഈ 10 ഓൾറെഡി 10ന്റെ ബേസിലാണ് കിടക്കുന്നത്. 2നെയാണ് നമ്മൾ 10ലേക്ക് മാറ്റുന്നത്. അപ്പൊ 2നെ 10ലേക്ക് മാറ്റാൻ നമ്മൾ മുകളിലും താഴെയും 5 കൊണ്ടാണ് ഗുണിക്കുന്നത്. ഇത് ചെയ്താൽ മതി. 4 × 5 എന്ന് പറഞ്ഞാൽ 20 ബൈ 20 × 5 എന്ന് പറഞ്ഞാൽ 100. ഓക്കെ, ഈ 0 വെട്ടിക്കളഞ്ഞ് 2/10 എന്ന് പറഞ്ഞാൽ അത് 0.2 എന്ന് എഴുതാം. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 4/20 ഇവിടെ തന്നെ ചെറുതാക്കാം. 4/20 ചെറുതാക്കിയാൽ എന്ത് വരൂടാ? 4ൽ 4 1 തവണ, 20ൽ 4 5 തവണ. അങ്ങനെ 1/5നെ നമ്മൾ മാറ്റുന്നു 2 കൊണ്ട് ഗുണിച്ചിട്ട്. 2/10 0.2. ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഉത്തരത്തിലേക്ക് എത്തലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ 4/20നെ നമ്മൾ ദശാംശ സംഖ്യയാക്കി മാറ്റി. ഇനി 8/200 മാറ്റാം. 8/200 വേണമെങ്കിൽ ഇതുപോലെ ചെറുതാക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാം.
എന്ത് ചെയ്താൽ മതി? 8/2 × 100 200. ഓക്കെ, ഇയാൾ 10ന്റെ ബേസിലാണ് കിടക്കുന്നത്, 10ന്റെ പവറിലാണ് കിടക്കുന്നത്. ഇയാളെ മാറ്റണം. മുകളിലും താഴെ നമ്മൾ എന്ത് ചെയ്യണോടാ? 5 കൊണ്ട് ഗുണിക്കണം. 8/200 × 5/5 ഗുണിച്ചാൽ എന്ത് കിട്ടി? 8 × 5 8 5 40 ബൈ 200 × 5 2 5 10 2 പൂജ്യങ്ങൾ. ഓക്കെ, ഈ 0 പോയി. 4/100 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് 0.0. അതുവരെ സെറ്റായി. നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. 32/2000. ഇതിന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനതിനെ 2000-നെ 2 × 1000 എന്ന് എഴുതുന്നു. 1000 10ന്റെ പവറാണ്, 10ന്റെ ബേസിലാണ് കിടക്കുന്നത്. നമ്മൾ ആരെ മാറ്റണം? ഈ 2നെയാണ് മാറ്റുന്നത്. അപ്പം മുകളിലും താഴെയും നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, 32 × 5 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 160 ബൈ താഴെ ചെയ്താൽ കിട്ടുന്നത് 10,000. ഓക്കെ, ഈ 0 ക്യാൻസലായി. 16/1000 എന്ന് പറഞ്ഞാൽ 0.016. എടാ, ഈ 3 ആളുകളെ കൂട്ടിയാൽ മതി ഉത്തരം കിട്ടാൻ. ഓക്കെ, അപ്പൊ നമുക്ക് കൂട്ടാം. ഈ 3 ആളുകളെ ഞാനിവിടെ കൂട്ടുന്നു. 0.2 0.04 0.016. കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 652.0. നമ്മുടെ ഉത്തരം എന്താ? 0.256. 0.256 ഓപ്ഷൻ സിയിൽ കിടക്കുന്നതാണ് നമ്മുടെ ഉത്തരം. നമ്മൾ സെറ്റായി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അങ്ങനെ 35ാമത്തെ ചോദ്യം നമ്മളിപ്പോൾ പഠിച്ച അതേ ടൈപ്പ് ചോദ്യം. 8/125 തുല്യമായത് ഏത്? 8/125 തുല്യമായത്. 8/125 നമുക്ക് എങ്ങനെ എഴുതാം? 8/5³ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ താഴെ 5ന്റെ ക്യൂബാണ് കിടക്കുന്നത്. നമ്മൾ 10ന്റെ ബേസിലേക്ക് എത്തിക്കാൻ ഏതിന്റെ ക്യൂബ് കൊണ്ട് ഗുണിക്കണം? 2ന്റെ ക്യൂബ് കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. ഓക്കെ, 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് 8 ആണ്. അപ്പൊ 8/5³. ഇയാൾ അതുപോലെ എഴുതി. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8/8. ഇനി 5³ ഉണ്ടല്ലോ, 125 തന്നെ എഴുതാം. 8 × 8 ചെയ്താൽ കിട്ടുന്നത് 64 ബൈ 125 × 8 ചെയ്താൽ കിട്ടുന്നത് 3 പൂജ്യങ്ങൾ. ഓക്കെ, അപ്പൊ 1000. ഓക്കെ, ഇവിടെ ക്യൂബ് ആയതുകൊണ്ട് 3 ആയതുകൊണ്ട് 3 പൂജ്യങ്ങൾ താഴെ ബേസിൽ വരും. 64/1000 എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ 3 പൂജ്യങ്ങളുണ്ട്. പോയിന്റ് കഴിഞ്ഞ് 3 ആളുകൾ ഉണ്ടായിരിക്കണം. 64 അവസാനം പ്ലേസ് ചെയ്തു. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് 0 ഇട്ടു. നമ്മുടെ ഉത്തരം 0.064 ഓപ്ഷൻ സിയിൽ കിടക്കുന്നതാണടാ. തെറ്റല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 36ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 13/40. അത് 2 തരത്തിൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. 13/40 ഞാൻ ആദ്യം 4 × 10 എന്ന് എഴുതുന്നു. താഴെ 40 ആണ്. 13/40 ഞാനതിനെ താഴെ കിടക്കുന്ന 40നെ 4 × 10 എന്ന് എഴുതി. തെറ്റില്ലല്ലോ? ഓക്കെ, എടാ, ഈ 4 എന്ന് പറയുന്നത് എന്താ? 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണ് അല്ലേ? × 10. നീ നോക്കിക്കടാ, ഈ 10 10ന്റെ ബേസിലാണ് കിടക്കുന്നത്. ഈ 2ന്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്താക്കേണ്ടത്? 2ന്റെ സ്ക്വയറിനെയാണ് നമ്മൾ 10ന്റെ ബേസിലേക്ക് എത്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 2ന്റെ സ്ക്വയർ ആണെങ്കിൽ നമ്മൾ 5ന്റെ സ്ക്വയർ കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. അപ്പൊ 13/40 ഞാൻ മുകളിലും 5ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കണം, താഴെയും 5ന്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കണം. അത് ചെയ്താൽ 13 × 25/40 × 25 എന്ന് വരും. ഓക്കെ, 13 × 25 ചെയ്താൽ എത്രയാ നോക്കട്ടെ? 1300ന്റെ പകുതി
650ൻ്റെ പകുതി 325. 325 ബൈ 40 ഗുണം 25 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 4000ൻ്റെ പകുതി 2000ൻ്റെ പകുതി 1000. 1000. അപ്പോൾ 325 ബൈ 1000 എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ എഴുതാം? 0.325. 0.325 എന്ന് എഴുതാം. ഉത്തരം ഓപ്ഷൻ ബി. എടാ 37ാമത്തെ ചോദ്യം ഇതിന് സമാനമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ മാറ്റുന്നത് ആരെയാ? 5/16നെയാണ് മാറ്റേണ്ടത്. ഓക്കെ, നമുക്ക് മാറ്റാം. 5/16 എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് 5/2⁴ അല്ലേ? 2, 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16 അല്ലേ? അപ്പോൾ 4 തവണ 2നെ ഗുണിക്കുമ്പോഴാണ് 16 കിട്ടുക. അപ്പോൾ 16നെ 2⁴ അല്ലെങ്കിൽ 2⁴ എന്ന് എഴുതാം. നീ നിങ്ങളൊന്ന് പറഞ്ഞടാ, ഇവിടെ 2ൻ്റെ പവർ 4 എങ്കിൽ അപ്പുറത്ത് ഞാൻ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം? അപ്പുറത്ത് 5ൻ്റെ പവർ 4 ആയിട്ടുള്ള സംഖ്യ കൊണ്ടാണ് ഗുണിക്കേണ്ടത്, മുകളിലും താഴെയും. ഓക്കെ, ഇപ്പൊ എന്തായി? 5 ഗുണിക്കണം 5⁴ ഇവരെ തമ്മിൽ ഗുണിച്ചാൽ എങ്ങനെയായി? ബൈ താഴെയുള്ളവരെ ഗുണിച്ചാൽ 10⁴. 5 ഗുണിക്കണം 5⁴ എന്ന് പറഞ്ഞാൽ 5⁵ ബൈ 10⁴. ഓക്കെ, ഇത് ചെയ്യാം. 5⁵ എന്ന് പറഞ്ഞാൽ എത്ര? 5⁵ എന്ന് പറഞ്ഞാൽ എത്ര? 5⁵ എന്ന് പറഞ്ഞാൽ എത്ര? 5⁵ എന്ന് പറഞ്ഞാൽ അത് 3125 ബൈ 10⁴ എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് 4 പൂജ്യം. 1 ഇട്ടിട്ട് 4 പൂജ്യം. ഇത് ചെയ്താൽ എന്താണ് ഉത്തരം കിട്ടുക? താഴെ 4 പൂജ്യങ്ങൾ. അതിനർത്ഥം ഉത്തരത്തിൽ ആ പോയിന്റ് കഴിഞ്ഞ് 4 അക്കങ്ങൾ ഉണ്ടായിരിക്കണം. മുകളിലുള്ള ആളെ നമ്മൾ അവസാനത്ത് നിന്ന് പ്ലേസ് ചെയ്ത് വരിക. 5, 2, 1, 3 ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് 0 ഇടുക. ഇനി മുമ്പിലേ ഉള്ളൂ ഒരു ഒഴിവ്. നമ്മുടെ ഉത്തരം കിട്ടി 0.3125. ഓപ്ഷൻ എയിൽ കിടക്കുന്നതാണ് നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലടാ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അങ്ങനെ 38ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 38ാമത്തെ ചോദ്യം. ഓക്കെ, 0.23232323 ഇങ്ങനെ ആവർത്തിച്ച് പോവുകയാണ്. അപ്പൊ ഇത്തരം ഭിന്നസംഖ്യകളെ നമ്മൾ പറയുന്ന പേരാണ് ആവർത്തന ഭിന്നകം, ആവർത്തന ഭിന്നങ്ങൾ അഥവാ റിക്കറിംഗ് ഡെസിമൽസ് എന്ന് പറയും. റിക്കറിംഗ് ഡെസിമൽസ്. ഒന്നോ അതിലധികമോ അക്കങ്ങൾ ഭിന്നസംഖ്യയിൽ ദശാംശ രൂപത്തിൽ ആവർത്തിച്ച് പോകുന്നതിനെയാണ് ഇങ്ങനെ പറയാം ആവർത്തന ദശാംശം, റിക്കറിംഗ് ഡെസിമൽ. ഓക്കെ എടാ, നമ്മളിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ബേസ് ജസ്റ്റ് പറയാം. 0.333 ഇങ്ങനെ പോവാണെന്ന് വിചാരിക്കാം. ഇവിടെ എന്താ ആവർത്തിക്കുന്നത്? ഇവിടെ 3 എന്ന് പറയുന്ന സംഖ്യയാണ് ആവർത്തിക്കുന്നത് അല്ലേ? 3 എന്ന് പറയുന്ന സംഖ്യ ആവർത്തിക്കുന്നു. ഞാനിവിടെ ചെയ്യുന്നത് ഇതിനെ ഭിന്നരൂപത്തിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ഞാൻ ഇത്ര ചെയ്യുള്ളൂ. 3 എഴുതും ബൈ ആവർത്തിക്കുന്നത് 3 താഴെ ഒരു 9 എന്ന് എഴുതും. ഇത്രയേ ഉള്ളൂ. ഇനി എനിക്കിതിനെ വേറെ ഒരു തരത്തിലും കൂടി എഴുതാം. 3 മാത്രമല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കണം, 33 ആവർത്തിക്കുകയാണ് അല്ലേ? എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 33/99 ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. ഇനി എനിക്ക് എങ്ങനെ എഴുതാം? ഇനിയും എഴുതാം. എങ്ങനെ എഴുതാടാ? ഞാൻ 3 അക്കങ്ങൾ ആവർത്തിക്കുന്നതായിട്ട് ചിന്തിക്കുന്നു. 333 എത്ര തവണ ആവർത്തിക്കുന്നു അല്ലെ? 3 അക്കങ്ങൾ ആവർത്തിക്കുന്നു. അപ്പൊ ഞാൻ 3 9 കൊണ്ട് താഴെ ഹരിച്ചാൽ അപ്പോഴും എനിക്ക് കിട്ടുന്ന ഈ ഉത്തരമായിരിക്കും. ഓക്കെ, എങ്കിൽ നിങ്ങൾ പറഞ്ഞേ 0.111 ഇതിനെങ്ങനെ എഴുതാം? ബേസിക് ആയിട്ട് എങ്ങനെ എഴുതാം? 1/9 എന്ന് എഴുതാം. 1 ആവർത്തിക്കുന്നു. ഇനി 11 ആവർത്തിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ 11/99 എന്ന് എഴുതാം. ഇതാണ് ബേസ്. ഓക്കെ, എങ്കിൽ നിങ്ങൾ പറഞ്ഞടാ, ഇവിടെ 0.23232323 അങ്ങനെയാണ് ആവർത്തിച്ചു പോകുന്നത്. ഇങ്ങനെയാണ് ആവർത്തിച്ചു പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആവർത്തിക്കുന്നത് ആരാ? ആവർത്തിക്കുന്നത് ഇവിടെ 23 അല്ലെ? 23 ആവർത്തിച്ച് പോകുന്നത്.
അപ്പം നമ്മൾ 23 മുകളിൽ എഴുതി. എത്ര അക്കങ്ങളാണ് ആവർത്തിക്കുന്നത്? 2 അക്കങ്ങൾ അല്ലെ? 2ഉം 3ഉം 2 അക്കങ്ങളാണ് ആവർത്തിക്കുന്നത്. നമ്മൾ താഴെ 2 9 ഇട്ട് കൊടുത്തു. നമ്മുടെ ഉത്തരം 23/99. 23/99 ഓപ്ഷൻ എയിൽ കിടക്കുന്നതാണ് നമ്മുടെ ശരി ഉത്തരം. നമുക്കെന്നാ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 39ാമത്തെ ചോദ്യം. 0.0000123 അതിനെ ഹരിച്ചിരിക്കുന്നു എക്സ് കൊണ്ട്. അങ്ങനെ ഹരിച്ചപ്പോൾ 0.1 ഉത്തരം കിട്ടിയത്. ഇതാണ് ഗണിത ഭാഷ. ഇതിനെ ഇങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? ഇതിലെ എക്സിന്റെ വില നമ്മൾ കണ്ടുപിടിക്കണം. എക്സിന്റെ വില കണ്ടുപിടിക്കാം. 0.0000123 ബൈ എക്സ് എന്ന് പറയുന്നത് 0.1 തുല്യമാണ് എന്നത് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. എങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ എക്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ, 0.1 താഴേക്ക് കൊണ്ടുവരിക. ഓക്കെ, 0.0000123 ബൈ 0.1 സമം എക്സ്. ഇത് ചെയ്താൽ മതി. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വില കിട്ടും. എടാ, ഇവിടെ അംശത്തിൽ മുകളിൽ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ? മുകളിൽ എത്ര ആളുകളുണ്ട്? ആ പോയിന്റ് കഴിഞ്ഞിട്ട് 6 ആളുകളുണ്ട്. താഴെയോ? താഴെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ആളുകളുണ്ട്? 1 ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇനി ദശാംശ ചിഹ്നങ്ങൾ ഒഴിവാക്കിയിട്ട് അവരെ എഴുതും. 123/1 എന്ന് എഴുതി. എവിടെയാണോ കുറവ്, എത്ര കുറവ് എന്ന് കാണണം. കുറവ് താഴെയാണ്, നമ്മൾ താഴെ ഗുണിക്കാൻ നിൽക്കുന്നു. എത്ര കുറവ്? എത്രയാണ് കുറവ്? ഇവിടെ കുറവ് മുകളിൽ 6, താഴെ 1. കുറവായിരിക്കുന്നത് 5 എണ്ണം. 5 എണ്ണത്തിന് കുറവുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? താഴെ 5 പൂജ്യങ്ങൾ എന്നിട്ടൊരു 1. 5 പൂജ്യങ്ങളുള്ള 10ന്റെ പവർ കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു, അഥവാ 10⁵5 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, അങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 123/10⁵5 അഥവാ 10 100 1000 10000 ലക്ഷം. ഓക്കെ, ഇത് ചെയ്താൽ എന്താണ് ഉത്തരം? താഴെ 5 പൂജ്യങ്ങളുണ്ട്. ഉത്തരത്തിൽ എന്തുണ്ടായിരിക്കണം? പോയിന്റ് കഴിഞ്ഞിട്ട് 5 അക്കങ്ങൾ ഉണ്ടായിരിക്കണം. മുകളിലുള്ള ആളെ അവസാനത്തുനിന്ന് പ്ലേസ് ചെയ്ത് വരിക. 3 2 1 ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ 0 ചേർത്താൽ നമ്മുടെ ഉത്തരമായട കുട്ടപ്പ. ഓക്കെ, 0.00123 നമ്മുടെ ശരിയായ ഉത്തരം. 0.00123 നമ്മുടെ ശരിയായ ഉത്തരം. അത് ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. സെറ്റ് ആയിരിക്കുന്നു. നമ്മൾ 40ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. എടാ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 15 പോസ്റ്റ് കാർഡിന്റെ വില തന്നിട്ടുണ്ട്. 15 പോസ്റ്റ് കാർഡുകൾക്ക് 2 രൂപ 25 പൈസ, 2.25 രൂപ, 2 രൂപ 25 പൈസ. അങ്ങനെയാണെങ്കിൽ 36 പോസ്റ്റ് കാർഡുകളുടെ വില കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കല്ലേ? ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 15 പോസ്റ്റ് കാർഡിന്റെ വില തന്നിട്ടുണ്ട്. അത് 2 രൂപ 25 പൈസ. എങ്കിൽ ഒരു പോസ്റ്റ് കാർഡിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പോസ്റ്റ് കാർഡിന്റെ വില ആകെ വിലയെ അല്ലെ, 15 പോസ്റ്റ് കാർഡുകളുടെ വില തന്നിട്ടുണ്ട് 2 രൂപ 25 പൈസ. അതിനെ നമ്മൾ ഭാഗിക്കും 15 കൊണ്ട്. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടൂടാ? ഒരു പോസ്റ്റ് കാർഡിന്റെ വില കിട്ടും. എങ്ങനെ ചെയ്യും? ആദ്യം ഡെസിമൽ ഡിജിറ്റ് ഒഴിവാക്കാം. 225/15 എന്ന് എഴുതാം. ഇനി ഡെസിമൽ ഡിജിറ്റുകളുടെ എണ്ണം എടുക്കാം. മുകളിൽ 2, താഴെ 0. താഴെയാണ് ഡെസിമൽ ഡിജിറ്റുകൾ കുറവ്. എത്ര കുറവ്? 2 കുറവ്. അപ്പൊ നമ്മൾ താഴെ 2 0 1 1 അതുകൊണ്ട് ഗുണിച്ചു, 100 കൊണ്ട് ഗുണിച്ചു. ഇനി 225/15 × 100 ചെയ്താൽ ഒരു പോസ്റ്റ് കാർഡിന്റെ വില കിട്ടും. ചെയ്യല്ലേ? നമുക്ക് 5 കൊണ്ട് ചെറുതാക്കണമെങ്കിൽ 5 കൊണ്ട് ചെറുതാക്കാം. ഇനി 15 കൊണ്ട് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ 15 കൊണ്ട് ചെറുതാക്കാം. എങ്ങനെ വേണമെങ്കിലും ചെറുതാക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം 5 കൊണ്ട് ചെറുതാക്കുകയാണേ. 5 കൊണ്ട് ചെറുതാക്കിയാൽ ഇവിടെ 3, ഇവിടെ ചെറുതാക്കിയാൽ 22ൽ എത്ര 5? 4 അഞ്ചുകളുണ്ട്. 20 പോയി, ബാക്കി 2. 25ൽ 5, 45 എന്ന് കിട്ടി. 45നെ 3 കൊണ്ട് ചെറുതാക്കിയാൽ 15 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് കിട്ടി ഒരു പോസ്റ്റ് കാർഡിന്റെ വില 15/100 ആണ്. എത്രയാണത്? 0.15 രൂപയാണ് ഒരു പോസ്റ്റ് കാർഡിന്റെ വില. എങ്കിൽ 36 പോസ്റ്റ് കാർഡുകളുടെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി?
ഒരു പോസ്റ്റ് കാർഡിൻ്റെ വിലയെ 36 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു പോസ്റ്റ് കാർഡിൻ്റെ വിലയെ 36 കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്ക് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യുന്നു? ഇതിലെ ഡെസിമൽ ഡിജിറ്റുകൾ ഒഴിവാക്കുന്നു. അപ്പോൾ 15 × 36 എന്ന് ചെയ്യുന്നു. അതിൻ്റെ ഉത്തരം എഴുതുക. അതിൻ്റെ ഉത്തരം കാണാം. എടാ 15നെ 36 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം അത് 540 ആണ്. 540. ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ എത്ര ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ടെന്ന് നോക്കണം. ഈ ചോദ്യത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആള്, അപ്പുറത്തെ പോയിന്റ് കഴിഞ്ഞിട്ട് ആരുമില്ല. അപ്പൊ ആകെ 2 ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ട്. അപ്പൊ ഉത്തരത്തിൽ എന്തുണ്ടായിരിക്കണം? പോയിന്റ് കഴിഞ്ഞിട്ട് 2 അക്കങ്ങൾ ഉണ്ടായിരിക്കണം. 2 ഡെസിമൽ ഡിജിറ്റുകൾ, 2 ദശാംശ അക്കങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മൾ പുറകിൽ നിന്നെണ്ണുന്നു 1, 2, അത് കഴിഞ്ഞിട്ട് കുത്തർ. 5 രൂപ 40 പൈസ അല്ലെങ്കിൽ 5.40 രൂപയാണ് നമ്മുടെ ഉത്തരം. സെറ്റല്ലേ? അങ്ങനെ 40 ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. 5.40. ഇവിടെയും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത. ഓപ്ഷനിൽ 5.40 ഇല്ല. ഇതാണ് എന്താ കാരണം? 5.40 പോയിന്റ് ഉള്ളവന്റെ പുറകിൽ എത്ര 0 വന്നാലും ആ 0-നൊന്നും വിലയില്ല. 5.4000 എന്ന് പറഞ്ഞാലും അത് 5.4 തന്നെ. ഇച്ചിരി ഡെക്കറേഷനൊക്കെ വെച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇത് സെറ്റ് ആയാലോ? അപ്പൊ നമുക്ക് 41ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 41ാമത്തെ ചോദ്യം, ഈ തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറുകളെ കൂട്ടണം. വളരെ എളുപ്പമുള്ള ചോദ്യം അല്ലേ? കൂട്ടാം. 7 + 0.7 + 0.007 + 0.0007. എല്ലാ സ്ഥലത്തും 0 കൊടുത്താൽ കൺഫ്യൂഷൻ അങ്ങോട്ട് മാറി. ഇനി അങ്ങോട്ട് കൂട്ടാം. 7707.7 7.7077 ഇതേ ഇരിക്കുന്നു. ഓപ്ഷൻ എയിൽ ഇരിക്കുന്നു. സെറ്റല്ലേ? നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 42ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മക്കളെ 42ാമത്തെ ചോദ്യം ഇങ്ങനെയാ പറയുന്നത്. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ് എന്ന് കണ്ടുപിടിക്കണം. അതിന്റെ ഗണിത ഭാഷയിൽ എഴുതാം. 53.6 എന്ന സംഖ്യ എന്തിനു തുല്യമാണ്? 72.29 കുറവാണ്. മൈനസ് ആണ്. എത്ര കുറവാന്ന് നമുക്കറിയില്ല. നമ്മൾ എക്സ് നേടി. ഓക്കെ, അപ്പൊ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ -x അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, ഈ +53.6 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ 72.29 നിന്ന് കുറയ്ക്കണം 53.6. ഇത് ചെയ്താൽ ഉത്തരം ഇതൊക്കെ ചെയ്താൽ മതി. നമുക്ക് ചെയ്യല്ലേ? 72.29 നിന്ന് കുറയ്ക്കണം 53.6. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഞാൻ 0 ഇട്ടു. 6 എന്ന് പറയുന്നതും 60 എന്ന് പറയുന്നതും സെയിം ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറയ്ക്കാം. 9 നിന്ന് 0 പോയാൽ 9 തന്നെ. 2 നിന്ന് 6 പോവോ? ഇല്ല. നമ്മളൊരു 1 അപ്പുറത്തുനിന്ന് കടം വാങ്ങിച്ച് 12 ഇവിടുന്ന് 1 പോയി 1 12 നിന്ന് 6 പോയാൽ 6. 1 നിന്ന് 3 പോവോ? ഇല്ല. അപ്പുറത്തുനിന്ന് 1 കടം വാങ്ങിച്ച് ഇവിടെ 11 7 നിന്ന് 1 കുറഞ്ഞ് 6 11 നിന്ന് 3 പോയാൽ 8. ഇവിടെ പോയിന്റ് മറക്കരുത് കേട്ടോ. ഓക്കെ, 8. 6 നിന്ന് 5 പോയാലോ 1. അങ്ങനെ നമ്മുടെ ഉത്തരം 18.69 എന്ന് കിട്ടി. അത് ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. ഓക്കെ, എടാ എന്താ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്? 53.6 എന്ന് പറയുന്ന സംഖ്യ 72.29 എത്ര കുറവാണ് എന്ന് കണ്ടുപിടിച്ചു. 72.29 18.69 കുറവാണ്. ആര്? 53.6. സെറ്റല്ലേ? നമുക്ക് 43ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നേരെ തിരിച്ച് ചോദിച്ചിരിക്കുന്നു. നേരത്തെ എന്താ ചോദിച്ചത്? ഇത് മറ്റേതിനേക്കാൾ എത്ര കുറവാണ് എന്ന് ചോദിച്ചെങ്കിൽ ഇവിടെ ഈ ഒരു സാധനം മറ്റേതിനേക്കാൾ എത്ര കൂടുതലാണ് എന്ന് ചോദിച്ചു. രണ്ടും ഒരേ തരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്.
അപ്പോൾ നമുക്കിതിനെ ആദ്യം ഗണിത ഭാഷയിൽ എഴുതാം. 0.0004 പ്ലസ് 0.1 2 3 4 പൂജ്യങ്ങൾ 2 3 4 പൂജ്യങ്ങൾ ഒരു 4. ഇതിനേക്കാൾ എത്ര കൂടുതലാണ്? ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ്. അപ്പൊ നമ്മൾ പ്ലസ് ഇട്ടു. കൂടുതൽ എന്ന് പറഞ്ഞാൽ പ്ലസ്, കുറവെന്ന് പറഞ്ഞാൽ മൈനസ്. എത്രയോ കൂടുതലാണ്. എത്ര കൂടുതലാണ് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ എക്സ് എന്ന് എഴുതി. 2/5. ഓക്കെ, ഇതിനേക്കാൾ എത്ര കൂടുതലാണ് 2/5? നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഗണിത ഭാഷയൊക്കെ എഴുതി സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ഈ രണ്ട് വിദ്വാന്മാരെയും നമുക്ക് അങ്ങോട്ട് കൂട്ടാം അല്ലേ? അപ്പൊ 0.3 പൂജ്യങ്ങൾ ഒരു 4, അതിന്റെ കൂടെ കൂട്ടണം 0.4 പൂജ്യങ്ങൾ ഒരു 4. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് 0 ചേർത്തു, നമ്മൾ കൂട്ടുന്നു. 4 4 0 0 0. ഓക്കെ, അപ്പൊ ഇത് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടി 0.0004 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2/5 ആണ്. എന്താ ഈ 2/5? നമുക്ക് ഈ 2/5 കൂടി മാറ്റാം. 2/5 താഴെ കിടക്കുന്ന ആൾ 5 അയാൾ 10ലേക്ക് എത്താൻ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മുകളിലും 2 കൊണ്ട് ഗുണിക്കണം. 2 × 2 4 ബൈ 5 ഗുണിക്കണം 2 10. 4/10 എന്ന് പറഞ്ഞാൽ അത് എത്രയാടാ? 0. അപ്പൊ ഞാൻ ഈ സൂത്രവാക്യം ഇങ്ങനെ എഴുതുന്നു: 3 പൂജ്യങ്ങൾ 2 4 പ്ലസ് എക്സ് സമം 0.4. ഓക്കെ, ഇനി എക്സിന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സിന് ഞാൻ ഇവിടെ നിർത്തി. അപ്പുറത്താരുണ്ട്? 0.4 ഉണ്ട്. കുറയ്ക്കണം അല്ലേ? പ്ലസ് 0.0004 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആകുന്നു, മൈനസ് ആകുന്നു. 0.1232 ക്ലിയർ അല്ലേ? ഇനി ഇത് കുറച്ചാൽ മതി, ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് കുറയ്ക്കാം. കുറയ്ക്കുന്നു നമ്മൾ 0.4 നിന്ന് 0.0044 കുറയ്ക്കണം. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ ആരെ ചേർക്കണം? അണ്ട പോടുങ്കോ 0 ഇടാം. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ എടാ 0 നിന്ന് 4 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തുനിന്ന് കടം വാങ്ങിച്ച് വരണം. ഇനി അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയണ്ടല്ലോ. ഈ 4 നിന്നാണ് 1 അങ്ങോട്ട് കടം കൊടുക്കുന്നത്. ഇവിടെ 3 ആയി, ഇവിടെ 10 ആകും, പിന്നെ 1 അങ്ങോട്ട് പോകും. ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 9, ഇവിടെ 10. ഓക്കെ, ഇനി ചെയ്യാം. 10 നിന്ന് 4 പോയാൽ ബാക്കി 6, 9 നിന്ന് 4 പോയാൽ ബാക്കി 5, 9 നിന്ന് 0 പോയാൽ 9, 9 നിന്ന് 0 പോയാൽ 9, 3 നിന്ന് 0 പോയാൽ 3.0. അപ്പൊ നമ്മുടെ ഉത്തരം എന്ത് കിട്ടി? 0.399556 എന്ന് കിട്ടി. നോക്കാം, ഓപ്ഷനിൽ എവിടെ കിടക്കും നോക്കാം. 0.39956 അതന്നെയല്ലേ? യെസ്, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 44-ാമത്തെ ചോദ്യം. 2 നിന്നും എത്ര കുറച്ചാലാണ് 0.99 കിട്ടുക? ഗണിത ഭാഷയിൽ എഴുതാം. 2 നിന്ന് കുറയ്ക്കണം. എത്ര കുറയ്ക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ നമ്മളത് എക്സ് എന്ന് എഴുതി. 2 നിന്ന് എത്രയോ കുറച്ചപ്പോൾ എന്ത് കിട്ടണം? 0.99 കിട്ടണം. എങ്കിൽ എക്സിന്റെ വില കാണാൻ ഇയാൾ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, ഇയാൾ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ 2 മൈനസ് 0.99 ചെയ്താൽ എന്ത് കിട്ടും? എക്സിന്റെ വില കിട്ടും. ഇത് ചെയ്താൽ മതി. നമുക്ക് സൈഡിൽ ചെയ്യാം. 2 നിന്ന് കുറയ്ക്കണം ആരെ? 0.99 അല്ലടാ. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ 0 ചേർത്തു. ഇനി കുറയ്ക്കാം. കുറച്ച് കഴിഞ്ഞാൽ 0 നിന്ന് 9 പോയിട്ട് ഒരു തേങ്ങയും കുറയ്ക്കാൻ പറ്റില്ല എന്നറിയാം. അപ്പൊ നമ്മൾ അപ്പുറത്തുനിന്ന് കടം വാങ്ങിച്ച് കൊണ്ടുവരണം. ഇയാള് 1 ആകുന്നു, ഇയാള് 9 ആകുന്നു, ഇയാള് 10 ആകുന്നു. 10 നിന്ന് 9 പോയാൽ 1, 9 നിന്ന് 9 പോയാൽ 0. പോയിന്റ് ഇട്ടു. 1 നിന്ന് 0 പോയാൽ 1 തന്നെ. നമ്മുടെ ഉത്തരം എക്സ് എന്ന് പറയുന്നത് ആ കുറച്ച സംഖ്യ എത്രയാടാ? 1.01. ഓപ്ഷൻ ഡിയിൽ കിടക്കുന്നതാണ് നമ്മുടെ ശരി ഉത്തരം. 1.01. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 45-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു.
ഓക്കെ, ചോദ്യത്തിൽ ഒരു ക്ലൂ തന്നിരിക്കുന്നു. 122 ഗുണിക്കണം 41 ഉത്തരം എന്ന് പറയുന്നത് 5002 എങ്കിൽ 1.22 ഗുണിക്കണം 41 ഉത്തരം കണ്ടുപിടിക്കണം. 1.22 ഗുണിക്കണം 41 ഉത്തരം നമ്മൾ എന്താ ചെയ്യുക? ഡെസിമൽ ഡിജിറ്റ്, ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കും. ആ ഗുണിച്ച ഉത്തരം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, സൗകര്യമായി അല്ലേ? ആ ഉത്തരം കണ്ട് എഴുതുക 5002. ഇനി ചോദ്യത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. ചോദ്യത്തിൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആളുകൾ അല്ലേ? പോയിന്റ് ഇവിടെ ഈ കുത്ത് കഴിഞ്ഞിട്ട് 1, 2. ഇവിടെ ഡെസിമൽ ഡിജിറ്റുകളില്ല. പോയിന്റ് കഴിഞ്ഞിട്ട് ആ കുത്ത് കഴിഞ്ഞിട്ട് ആരുമില്ല, കുത്തേ ഇല്ല അവിടെ. ഇവിടെ 0. അപ്പൊ ചോദ്യത്തിൽ ആകെ 2 ഡെസിമൽ ഡിജിറ്റുകൾ. ഉത്തരത്തിലും എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ടാവണം? 2 ഡെസിമൽ ഡിജിറ്റ് ഉണ്ടാവണം. നമ്മൾ പുറകിൽ നിന്നുന്നു 1, 2. നമ്മുടെ ഉത്തരം 50.02. ഓപ്ഷൻ സിയിൽ കിടക്കുന്നതാണ് നമ്മുടെ ശരിയായ ഉത്തരം. നമുക്കെന്നാ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 46ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഓക്കെ, 8.5നെ 6.3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് കെ. 8.5നെ 6.3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് കെ എങ്കിൽ കെയുടെ ഉത്തരം എന്താണ്? കെയുടെ വില എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 8.5 ഗുണിക്കണം 6.3 ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുന്നു? ചോദ്യത്തിൽ ആകെ എത്ര ഡെസിമൽ ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുന്നു. ഇവിടെ ചോദ്യത്തിൽ 1 ഡെസിമൽ ഡിജിറ്റ്, ഇവിടെ ചോദ്യത്തിൽ 1 ഡെസിമൽ ഡിജിറ്റ്. ടോട്ടൽ ഈ ചോദ്യത്തിൽ 2 ഡെസിമൽ ഡിജിറ്റ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനുകളിൽ നോക്കാം. ഓപ്ഷനിൽ 2 ഡെസിമൽ ഡിജിറ്റ് ഉള്ളതായിരിക്കും ഉത്തരം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാളേ ഉള്ളൂ, ഇതല്ല. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആളുണ്ട്. അപ്പോൾ ഇതാകാനുള്ള സാധ്യതയുണ്ട്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. ഓപ്ഷൻ സിയിൽ നോക്കിയപ്പോഴും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാളേ ഉള്ളൂ, അപ്പോൾ ഇയാളുമല്ല. ഓപ്ഷൻ ഡിയിൽ നോക്കിയപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ആളുണ്ട്, അപ്പോൾ ഇയാളുമല്ല. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. എങ്കിലും ചെയ്തു നോക്കാം. എന്ത് ചെയ്യും? ഇതിൽ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കും. 85 ഗുണം 63 ചെയ്ത് കഴിഞ്ഞാൽ 53.55 ഉത്തരം. 53.55 ഉത്തരം. ചോദ്യത്തിൽ ആകെ 2 ഡെസിമൽ ഡിജിറ്റ്. അപ്പോൾ ഉത്തരത്തിൽ 2 ഡെസിമൽ ഡിജിറ്റുകൾ ഉണ്ടായിരിക്കണം. ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആൾ ഉണ്ടായിരിക്കണം. നമ്മൾ പുറകിൽ നിന്ന് 1, 2 നോക്കി കുത്തിട്ടു. ഉത്തരം 53.55 ഇതേ കിടക്കുന്നു ഓപ്ഷൻ ബിയിൽ. അങ്ങനെ സെറ്റായല്ലോ.